ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയായി നമ്മളെല്ലാവരും കണ്ടിട്ട് അല്ലെ. അപ്പോൾ യെസ്, കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ വിനി ലെറ്റ്സ് ടോക്ക് ഒന്നും ചെയ്യാത്തത്, വന്നതിന് ശേഷം മൊത്തത്തിൽ ബിസിയാണോ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിയതിന് ശേഷം നിന്ന് തിരിയാൻ സമയമില്ലാത്ത പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ബിക്കോസ് ഓൾമോസ്റ്റ് ഞാൻ ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ പകുതി വരയ്ക്കോളം ജോബും കാര്യങ്ങളും ബാക്കിയുള്ളതെല്ലാം തന്നെ മിസ്സാക്കിയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് ഈവന്റ്സ്, ഓണം, അങ്ങനെയുള്ള പല 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 കാര്യങ്ങൾ മിസ്സായതുകൊണ്ട് തന്നെ അതിന്റെ കോമ്പൻസേഷൻ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയുണ്ട്, എല്ലാവരും ഒരുപാട് വീഡിയോസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചതിൽ. ഇവിടുന്ന് പോയ മുതൽ അവൻ സെറ്റിലായ മുതൽ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ മുന്നടെ അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ സുഖമായിരിക്കണു, കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായി ചെയ്ത് നന്നായി പോകുന്നു. നല്ലോണം പഠിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ നിന്ന് തിരിയാൻ സമയമില്ലാതെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണു. പരീക്ഷകൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അതേ ചെന്ന് തുടങ്ങിയതും തന്നെ പരീക്ഷകളാണ്. അവിടെ അവർക്ക് പിന്നെ റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അവന്റെ കാര്യം കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായി പോണു. ഇവിടെ ഞങ്ങള് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയി പോകുന്നു. എന്താണ് പറയാ, ഞാൻ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട്, കിച്ചു കുഴപ്പമില്ല, എല്ലാ ദിവസവും മനു അവനെ വിളിക്കുന്നതുകൊണ്ട് അവനും വലിയ കുഴപ്പമില്ലാതെ അവനും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണേട്ടൻ ബിസിനസ് ട്രിപ്പ് ജോലിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലും എല്ലാം ഓക്കെയാണ്, എല്ലാം ഫൈൻ ആയിട്ട് പോണു. പിന്നെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. രാവിലെ മുതൽ തുടങ്ങും, വൈകുന്നേരമായ ഞാൻ ജോലിക്ക് പോവും. എന്താണ് ഇവിടെ വൈകുന്നേരം 5:30 മണി വരയ്ക്കും ഞാൻ ദുബായിലായിരിക്കും. അതിനുശേഷം ഞാൻ ജോലിക്ക് പോകുന്നതായിരിക്കും. പിന്നെ അതാ ക്ലൈമറ്റ് ഒക്കെ മാറാൻ തുടങ്ങി, നമ്മൾ വീണ്ടും കൃഷി കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഞാൻ. അപ്പോൾ രാവിലെ നേരത്തൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താ വെച്ചാൽ പോയ പ്രാവശ്യം സമ്മറിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല. ബിക്കോസ് ഇപ്രാവശ്യത്തെ സമ്മർ എന്ന് പറയണമെങ്കിൽ അങ്ങോട്ട് കരിഞ്ഞു പോണ ഒരു അവസ്ഥയിലായിരുന്നു സമ്മർ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും മെനക്കെടാൻ നിന്നില്ല. ബിക്കോസ് വെറുത്ത പൈസ ചെലവാണ് എന്നുള്ളത് മനസ്സിലായി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നിനും അറ്റൻഡ് ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് മണ്ണിനെ വിട്ടു. ഇപ്രാവശ്യം കുറച്ചും കൂടി ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ കൃഷി കാര്യങ്ങളൊക്കെ ഇനി വരുന്നതായിരിക്കും. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങള് ഒരുപാട് ആൾക്കാർ ചോദിച്ചതിലത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ. അപ്പോ കോമൺ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാല്, വിനി എങ്ങനെയാണ് വിനി എങ്ങനെയാണ് ഇനി അവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് വിനിയുടെ വിസ എങ്ങനെയാണ്, കൊല്ലങ്ങൾക്കാണോ കിട്ടിയിരിക്കുന്നത് അതോ മൾട്ടിപ്പിൾ എൻട്രി എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എന്റെ മോളുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല, അവളെ ഒന്ന് സെറ്റിൽ ആക്കാൻ പറ്റിയില്ല. ഈ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് എനിക്ക് വല്ലാതെ വിഷമമുണ്ട്. വീണ്ടും ഞങ്ങൾ അപ്ലൈ ചെയ്തു, വീണ്ടും ഞങ്ങൾക്ക് കിട്ടിയില്ല. എങ്ങനെയാണ് വിനി അപ്ലൈ ചെയ്തത്, എത്ര മൾട്ടിപ്പിൾ എൻട്രി എങ്ങനെ കിട്ടി? ഓക്കെ, ബേസിക്കലി നമ്മൾ VFSൽ കൂടെ തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഓരോ പ്രാവശ്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കിട്ടുന്നത് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ എൻട്രി കിട്ടിയവരുണ്ട്. ഇപ്പൊ ഞങ്ങള് അന്ന് പോയ സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവരുടെ പാരന്റ്സിനൊന്നും സിംഗിൾ എൻട്രി പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് എലോബറേറ്റ് ആയിട്ട് ലോങ് ആയിട്ടുള്ള മാസങ്ങളിലേക്കൊന്നും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് വിസ അടിച്ചു കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ VFSൽ കൂടെ തന്നെയാണ് ബുക്ക് ചെയ്തത്. വേറെ ഒരു ഫോർമാലിറ്റിയും പ്രൊസീജിയറോ എക്സ്ട്രയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ആയിട്ടുള്ള പ്രൊസീജിയർ പ്രകാരം തന്നെയാണ് വിസ കാര്യങ്ങളൊക്കെ ചെയ്തത്. സത്യമാണ് കേട്ടോ. അവിടെ വന്നിട്ട്
വന്നിട്ട് നമ്മൾക്കിപ്പോ നമ്മളുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ നമ്മുടെ മക്കളെ അവിടെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാട് കുട്ടികളെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു അമ്മമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അമ്മമാരുടെ ഒരു ഗ്രൂപ്പിൽ ആവണ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടേക്ക് കെയർ ചെയ്യണേ, എന്റെ മക്കൾ മോൾ അവിടെയാണ്, ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ കുട്ടികളെ സഹായിക്കാനും എല്ലാവരും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. അത് പറഞ്ഞാൽ അതെത്ര പറഞ്ഞാലും ആ വിഷമം മാറില്ല. മൾട്ടിപ്പിൾ എൻട്രിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും മൾട്ടിപ്പിൾ എൻട്രി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണേട്ടന് മാത്രം നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ എൻട്രിയിൽ തന്നെ. ബിക്കോസ് എന്താ വെച്ചാൽ കണ്ണേട്ടൻ ബിസിനസ് ട്രിപ്സിൽ പോണതല്ലേ, അതുകൊണ്ട് അവരുടെ രീതി തന്നെ വേറെ ആയിരുന്നു. നമ്മളൊക്കെ നോർമലായിട്ട് VFSൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ഞാൻ വീണ്ടും അവന്റെ അടുത്തേക്ക് പോകും ഡിസംബറിൽ. അപ്പോ എന്താണ് പറയാ, അവന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ കിച്ചുവിന്റെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഞങ്ങൾ വേറെ എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല കേട്ടുള്ളൂ, അതൊക്കെ തന്നെയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യം നമുക്ക് പോവാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. വിനി, ഞാൻ നിങ്ങളെ കണ്ടിരുന്നു മോൾ ഓഫ് എമിറേറ്റ്സിൽ വെച്ചിട്ട്. പെട്ടെന്ന് ഒരു നിമിഷം എനിക്ക് തോന്നി ഇത് വിനി ആണോ അതോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന്. പക്ഷെ നിങ്ങൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. പക്ഷെ വീണ്ടും ഞാൻ നിങ്ങളെ വേറെ ഒരു ഷോപ്പിൽ വെച്ച് കണ്ടു. പക്ഷെ അടുത്തേക്ക് വരുമ്പോഴേക്കും വിനി കണ്ണേട്ടന്റെ കൂടെ ഇറങ്ങിയിരുന്നു. അത് വിനി തന്നെയാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമായി. എന്നിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ വിനിക്ക് അയച്ചു തരുന്നു. ഇത് വിനി തന്നെയാണോ? ഞാൻ തന്നെയാണ്. വല്ലാതെ മാറിയിരിക്കുന്നല്ലോ കുട്ടി, എന്താണ് ചെയ്യുന്നത്? വീണ്ടും IMF തുടങ്ങിയോ? ഞാൻ നിങ്ങൾക്കിപ്പോ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഞാനേ അല്ലാത്ത പോലെ ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇത്രയും സംഭവമാണ്. 3 മാസം, 3 മാസേ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 3 മാസം വളരെ അധികം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. IMF തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വേറെ ഒന്നിനും ഞാൻ ക്രെഡിറ്റ് കൊടുക്കില്ല. പക്ഷെ ഇപ്രാവശ്യം ചെയ്ത IMF ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങളെല്ലാം. ടോട്ടലി ഇതൊരു 3 മാസം മുമ്പ് ഞാൻ എടുത്ത ഒരു കോട്ട് സെറ്റാണ്. ഓക്കെ, XXL ആണ് ഞാൻ എടുത്തിരുന്നത്. എന്നുവെച്ചാൽ എനിക്ക് അതേ ഫിറ്റ് ആവുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി ഇങ്ങനെയായിരുന്നു സംഭവം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂറോപ്പിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം കണ്ട ആൾക്കാർ മുഴുവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വിൻചിജി എന്താ പറ്റിയേ? വിൻചിജി വീണ്ടും IMF തുടങ്ങിയോ? യെസ്, ആ തുടങ്ങിയ IMFനും ഇപ്പൊ തുടങ്ങിയ IMFനും നല്ല വ്യത്യാസമുണ്ട്. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം IMF തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇതിനെ സൈഡ് പിടിക്കണോ അതോ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഡ്രസ്സുകൾക്ക് തമ്മിൽ ഒന്നും തന്നെ ഞാൻ ഡ്രസ്സുകൾ മാറ്റാനോ ഒന്നും തന്നെ ഞാൻ നിൽക്കാനും പോകുന്നില്ല. ബിക്കോസ് എത്ര പോകുന്നുണ്ട് എന്ന് നോക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്നിട്ട് ഫൈനലായിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി. ലൈക്ക് എൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ ഇത്രയും, അതായത് എൻ്റെ ജോലി എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെഫാണ്. അതിൽ ഒരുപാട് ഭക്ഷണങ്ങളാണ്. ഞാൻ ഒരുപാട് എക്സ്ക്യൂസ് കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം. പക്ഷെ ഇപ്രാവശ്യം ഞാനത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഓക്കെ, ഞാൻ ആ ഒരു ഡിസയർഡ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ വെയിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. പക്ഷെ ഒരുപാട് പേര് എന്നെ കണ്ടിട്ട് ചോദിച്ച ആൾക്കാരോട് ഞാൻ സത്യസന്ധമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, യെസ്, നിങ്ങൾ കണ്ടത് എന്നെ തന്നെയാണ്. മെലിഞ്ഞിരിക്കുന്നു, വിൻചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ, മെലിഞ്ഞിരിക്കുന്നു, IMF തുടങ്ങിയോ? അപ്പൊ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സോ കണ്ടല്ലോ. ഞാൻ ബേസിക്കലി ഇനി നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ സക്സസ്ഫുൾ ആവണം.
അത് സക്സസ്ഫുൾ ആയാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയാനുള്ള അർഹത എനിക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. കണ്ട ആൾക്കാർ സത്യം തന്നെയാണ്, എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാന് ഉള്ളിൽപ്പെട്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു മാറ്റവും ഒന്നിനും വരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എത്ര പോകുന്നു, എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു, എന്റെ ഡിസയർ ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ട ആൾക്കാർ എല്ലാവരും ഞെട്ടുന്ന പോലെ തന്നെയായിരുന്നു എന്റെ ട്രാൻസ്ഫോർമേഷൻ. ഇനിയും അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോവാനും അതേപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഒരുപാട് സങ്കടത്തിലൂടെയാണ് ഇപ്രാവശ്യത്തെ IMF ഞാൻ തുടങ്ങിയിരുന്നത്. ബിക്കോസ് അത് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. എപ്പോഴും തുടങ്ങുന്ന പോലെ അല്ല ഞാൻ ഇപ്രാവശ്യത്തെ IMF തുടങ്ങിയത്. ഒരുപാട് എന്താ പറയാ, ഒരുപാട് ആഗ്രഹിച്ച് പല പ്രാവശ്യവും നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം ആഗ്രഹിച്ചിട്ടല്ല, ഇപ്രാവശ്യം ഒരു സെറ്റ് ഗോളോട് കൂടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കണ്ടീഷൻസും എനിക്ക് തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു രീതിയാണ്. സോ യെസ്, നന്നായി പോകുന്നു. ഞാൻ ഇതിലേക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ എങ്ങനെയാണ് ഇത് കൊണ്ടുപോയേ എന്നുള്ള ജേർണി. ഓക്കെ, അപ്പോ അതും ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിനി ഇപ്പോ എങ്ങനെയാണ് വർക്ക് ബാലൻസും ബാക്കിയുള്ള കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? വിനിയുടെ ഓഫീസിൽ വല്ല ഒഴിവുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുമോ? ഞങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനാണ്. ഞങ്ങൾ കേറ്ററിംഗ് എല്ലാം പഠിച്ചിരിക്കുന്ന ഒരു ഗാങ് ഓഫ് ഗേൾസ് ആണ്. ഓ, ദാറ്റ്സ് നൈസ്. ഗാങ് ഓഫ് ഗേൾസ് ആണ്. വിനിക്ക് അവിടെ വല്ല ഓപ്പർച്യൂണിറ്റി പോലെ തരാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ഒന്ന് പറയാൻ പറ്റുമോ? ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിലോ. ഓക്കെ, നല്ല കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഓഫീസർ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, നമ്മളങ്ങനെ ഹയർ ചെയ്യുക അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയാ, ഇത് കഴിഞ്ഞിട്ടാണ് കേറ്ററിംഗിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ദുബായിലാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒരു കാര്യമുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ KHDA അപ്രൂവലോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോ ആ KHDA അപ്രൂവൽ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ വേറെ എവിടുന്നെങ്കിലും കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ദുബായിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KHDA അപ്രൂവ്ഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ വീണ്ടും കോഴ്സ് ചെയ്യേണ്ടി വരും. കോഴ്സ് ചെയ്തതിന് ശേഷം KHDA അപ്രൂവലോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി കൂടുതലാണ്, ആ സർട്ടിഫിക്കറ്റിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും ജോലി സാധ്യത കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ KHDA അപ്രൂവലോട് കൂടിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോവുക, അവിടെ പോയിട്ട് പഠിക്കാൻ നോക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ CV അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ CVs ഞാൻ എനിക്കറിയാവുന്ന കോൺടാക്ട്സിൽ എല്ലാവർക്കും തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കേറ്ററിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ എവിടെയെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലോ. പക്ഷെ ആ KHDA അപ്രൂവൽ വേണം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജോലിക്ക് ഇറങ്ങാറായി. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് റെസിപ്പീസ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുണ്ട്. ഞാൻ വരുന്നതായിരിക്കും. ആൻഡ് എന്താ പറയാ, തന്നിരിക്കുന്ന സപ്പോർട്ട്, സ്നേഹിക്കുന്നത് എല്ലാം എനിക്കറിയാം. നിങ്ങളൊക്കെ എത്രമാത്രം ഓരോ കാര്യത്തിലും ഇൻവോൾവ് ചെയ്തിട്ടാണ് നോക്കുന്നതും കാണുന്നതും എന്നെല്ലാം. ഇതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ സ്നേഹം പ്രതീക്ഷിക്കുന്നു. അതേപോലെ സിൻസിയർ ആയിട്ടുള്ള രീതിയിൽ തിരിച്ചു തരുന്നതായിരിക്കും. എന്റെ കണ്ടന്റിൽ ഞാൻ ഒരു കുറവും വെക്കാതെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ വീണ്ടും ഞാൻ പറയുന്നു, മെലിഞ്ഞതിന്റെ കാരണങ്ങളും മെലിവിന്റെ കാരണങ്ങളും ഞാനൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അത് വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു ഒളിവും മറവുമില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.